ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. എല്ലാവർക്കും ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 മാത്സ് ആണ്. മാത്തമാറ്റിക്സ്, ഗണിതം. അതിലെ ആദ്യ പാഠമായ വരകൾ രൂപങ്ങൾ എന്നതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. ടെസ്റ്റ് പേപ്പർ, ആദ്യം ചോദ്യങ്ങളും പിന്നീട് അതിൻ്റെ ഉത്തരങ്ങളും പറയുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് ഉത്തരങ്ങൾ കണ്ടെത്താനും എഴുതാനും വേണ്ടി ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. എല്ലാ പാഠങ്ങളും കഴിയുമ്പോഴും അതിൻ്റെ ഒരു എക്സാം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ ഇടും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആ സബ്ജക്റ്റ്, ആ ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ തുടങ്ങിയ എല്ലാത്തിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എക്സാമിലേക്ക് കടക്കാം. 4ാം ക്ലാസ്സിൻ്റെ മാത്സ് ആണ്. മലയാളം മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അത് കണ്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൻ്റെ ക്ലാസ് 4 മാത്സിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കത് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. വരകൾ രൂപങ്ങൾ. ആദ്യം ചോദ്യങ്ങൾ വായിക്കും, ലാസ്റ്റ് മാത്രമായിരിക്കും ഉത്തരം പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായി കാണുക, ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പ്രവർത്തനം 1, ഈ ആകൃതികളുടെ പേര് എഴുതുക. 3 ആകൃതിയാണ് ഉള്ളത്. ഇതിൻ്റെ പേരുകൾ എന്തൊക്കെയെന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾ ആ പാഠം പഠിക്കുന്ന സമയത്ത് എല്ലാ ആകൃതികളുടെ പേരുകളും ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, പ്രവർത്തനം 2, തന്നിരിക്കുന്ന അളവിൽ ഒരു ചതുരം വരയ്ക്കുക. ചതുരമാണ് വരയ്ക്കേണ്ടത്. നീളം 5, വീതി 3 സെൻറ്റിമീറ്റർ. സ്കെയിലിൽ എടുക്കുക, എന്നിട്ട് വരയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, ചതുരത്തിൻ്റെ 3 പ്രത്യേകതകൾ എഴുതുക. ചതുരത്തിൻ്റെ 3 പ്രത്യേകതകളാണ്. പ്രവർത്തനം 3, 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു സമചതുരം വരയ്ക്കുക. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു സമചതുരം വരയ്ക്കുക. സമചതുരമാണ്. അടുത്തത്, സമചതുരത്തിൻ്റെ 3 പ്രത്യേകതകൾ എഴുതുക. സമചതുരത്തിൻ്റെ 3 പ്രത്യേകതകൾ എഴുതുക. പ്രവർത്തനം 4, ചിത്രത്തിൽ കാണുന്ന ചതുരത്തിനുള്ളിൽ ഒരു വര വരച്ച് ഒരു സമചതുരം വരയ്ക്കുക. അപ്പോൾ ഈ ഒരു ചതുരമാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഒറ്റ വര വരയ്ക്കുക എവിടെയെങ്കിലും, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊരു സമചതുരമാക്കി മാറ്റുക. അടുത്ത ചോദ്യം, ഈ ആകൃതികളുടെ പേര് എഴുതുക. നിങ്ങൾക്ക് 4 ആകൃതി തന്നിട്ടുണ്ട്. ഈ 4 എണ്ണത്തിൻ്റെ പേര് എന്താണെന്ന് മസ്റ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യം, പ്രവർത്തനം 5 ആണ്. റിയ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. 7 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു ചതുരത്തിൻ്റെ 4 വശങ്ങളിലും നിറമുള്ള ചരട് ഒട്ടിച്ചു. അപ്പോൾ 7 സെൻറ്റിമീറ്റർ വശമുണ്ട്, 4 വശങ്ങളിലും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, ചരട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഉപയോഗിച്ച ചരടിൻ്റെ ആകെ നീളം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 5 പ്രവർത്തനങ്ങളാണ്, 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളും ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവരും ഉത്തരങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഉത്തരങ്ങൾ എഴുതുക. തെറ്റിയാൽ തെറ്റട്ടെ, നമുക്ക് തെറ്റി തന്നെയാണ് നമ്മൾ ശരിയാക്കി പഠിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ പ്രവർത്തനം, ഈ ആകൃതികളുടെ പേരെഴുതുകയാണ്. ആദ്യത്തെ വരുന്നത് ചതുരമാണ്. ഇതിൽ എഴുതുമ്പോൾ കുറച്ച് ക്ലിയർ കുറവും നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവും ഉണ്ടാവും, പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഉത്തരം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത് വൃത്തമാണ്. അടുത്തത് ത്രികോണമാണ്. ഓക്കെ, ചതുരം, വൃത്തം, ത്രികോണം. നെക്സ്റ്റ് നോക്കൂ, നിങ്ങളൊരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് നീളം 5ഉം വീതി 3ഉം, അടിയിൽ സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ അളന്ന് 5 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. ഓക്കെ, 3 സെൻറ്റിമീറ്റർ വീതിയിൽ കൊടുക്കുക. 5 സെൻറ്റിമീറ്റർ മേലെ എഗൈൻ വരയ്ക്കുക. ഓക്കെ, ചതുരം. ഇനി ചതുരത്തിൻ്റെ പ്രത്യേകതകൾ എഴുതണം. നമുക്ക് അടുത്ത ചോദ്യം, ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ തുല്യം. എതിർവശങ്ങൾ തുല്യം. പിന്നെ എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ്. എല്ലാ കോണുകളും, ആംഗിൾസ്, എല്ലാ കോണുകളും എഴുതുമ്പോൾ ശരിയായില്ല എന്ന് വരും.
അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വികർണങ്ങൾ തുല്യമായിരിക്കും. എന്താണ് വികർണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതാണ് ഒരു ചതുരമെങ്കിൽ ഇതിൽ ക്രോസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന വരയാണ് വികർണങ്ങൾ. എന്താണ് വികർണത്തിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പം നമുക്കത് ഓരോ പാഠം പറയുമ്പോൾ പറഞ്ഞു തരാം. വികർണം തുല്യം. ഓക്കെ, 3 പ്രത്യേകതകളും എഴുതിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് സമചതുരമാണ്. സമചതുരം എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമായിട്ട് വേണം വരയ്ക്കണമെങ്കിൽ ഇതുപോലെ വരും. 6 6 6 6. സമചതുരത്തിൻ്റെ 3 പ്രത്യേകതകളാണ് എഴുതേണ്ടത്. എല്ലാ വശങ്ങളും തുല്യം. എല്ലാ വശങ്ങളും. എല്ലാ കോണുകളും 90 ഡിഗ്രി ആണ്. എല്ലാ കോണുകളും തുല്യം. എത്രയാ? 90 ഡിഗ്രി എന്ന് എഴുതുക. വികർണവും തുല്യമാണ്. ഓക്കെ, വികർണം തുല്യമായിരിക്കും. ഓക്കെ, പ്രവർത്തനം 4. നമുക്ക് ഇതിലൊരു സമചതുരം വരയ്ക്കണമെങ്കിൽ നിങ്ങളിത് ഇങ്ങനെയല്ല, ഒരു വര വരച്ചു കൊടുത്താൽ മതി കേട്ടോ. എവിടെയെങ്കിലും ഇതില്ല കേട്ടോ, ഒരു വര എവിടെയെങ്കിലും വരച്ചാൽ സമചതുരം ആവും. എവിടെയെങ്കിലും അല്ല, കറക്റ്റായിട്ട് ഇതുപോലെ ഒരു പെട്ടി പോലെ വരണം. ഈ അളവും ഈ അളവും ഈ അളവും ഈ അളവും തുല്യമായിരിക്കണം കേട്ടോ. അടുത്തത്, ഇനി തന്നിരിക്കുന്ന ആകൃതികളുടെ പേരാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കോണാണ്. ഏതാ കോൺ? ഇത് കോണാണ്. ഇതെന്താ? സമചതുരക്കട്ട. സമചതുരക്കട്ട. അടുത്തത് ചതുരക്കട്ട. വെറും ചതുരക്കട്ടയാണ്. അടുത്തത് ഗോളമാണ് കേട്ടോ. ഇത് ഗോളം. ഓക്കെ, കോണ്, സമചതുരക്കട്ട, ചതുരക്കട്ട, ഗോളം. അടുത്തത് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് സ്ക്വയർ ആണ് അല്ലെങ്കിൽ ചതുരമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ വരും. സമചതുരമാണ്. അപ്പോൾ എല്ലാം 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ കുട്ടി എടുത്തിരിക്കുന്ന ചരടും എന്താണ്? 4 സെൻറ്റിമീറ്ററിൽ ചരട് ഒട്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ചരടും 7 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ 7 സെൻറ്റിമീറ്റർ ഒരു വശത്തേക്ക് വേണം. അപ്പം 4 വശത്തേക്കും വേണ്ടേ അതുപോലെ. അപ്പോൾ 7 × 4 എത്ര വരും? 28 സെൻറ്റിമീറ്റർ ആണ് ആകെ നീളം വരിക കേട്ടോ. അപ്പോൾ 5 പ്രവർത്തനങ്ങളുടെ ഉത്തരവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.